ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാനൊരു സാധാ BJP പ്രവർത്തകനാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയാം. ഈ ബില്ല് ഇന്ന് അനുവദിപ്പിച്ച ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാവും, രാജ്യസഭയിലും പാസ്സാവും, ഇത് നടപ്പിലാവും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ഇത് അവതരിപ്പിച്ചത് ആളുടെ പേര് അമിത് അനിൽ ചന്ദ്ര ഷാ എന്നാണ്. ഇത് അവതരിപ്പിച്ച പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഇത് അവതരിപ്പിച്ച സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ്. ഈ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒട്ടേറെ ബില്ലുകൾ ഇതേപോലെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞവരുടെ മുന്നിലൂടെ അതിസാഹസികമായ പല ബില്ലുകളും നമ്മൾ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാശ്മീരിൻ്റെ റിഫോർമേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, അതുപോലെ തന്നെ ഇവരെല്ലാവരും തലയിൽ വലിയ രീതിയിൽ തീകോരിയിടാൻ നിന്ന് കഴിഞ്ഞിട്ടുള്ള മുത്തലാഖ് ബില്ലായാലും ശരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാസ്സാക്കിയെടുത്ത അതേ രാഷ്ട്രീയ പാർട്ടിയും അതേ പ്രധാനമന്ത്രിയും അതേ ആഭ്യന്തരമന്ത്രിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളെങ്കിൽ നിസ്സംശയം ഈ ബില്ല് പാസ്സാവും. രാജ്യത്തെ സ്ത്രീകൾക്ക് 33% സംവരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കും. ഒരു സംശയവും വേണ്ട.